എന്ന് പറഞ്ഞാൽ അടിച്ച് വിറ്റായിട്ട് ഒരു ആസാമി ആയിട്ടുള്ള ഒരു തിരുമാലി സ്വാമി ഇരുന്ന് കോൺ തെറ്റിയിരുന്ന് എന്തോ വർത്താനം പറയണേ. മനസ്സിലായ? എന്നിട്ട് മറ്റേ വിദേശത്ത് നിന്നുള്ള വനിതകളെയൊക്കെ കൊണ്ട് കരയിപ്പിച്ച് റേറ്റിംഗ് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, കൂടുതൽ ആളുകൾ ആകർഷിക്കണേ. പിന്നെ ഈ നാട്ടില് ഇതൊന്നും അത്ഭുതമായിട്ട് നിങ്ങൾ കരുതണ്ടേട്ടാ, ഇതൊന്നും അത്ഭുതമായിട്ട് കരുതണ്ട. ഈ നാട്ടില് നമുക്ക് ഇത്രയും കൂടി തൊലിക്കെട്ടിയുണ്ട്. വളരെ കൃത്യമായിട്ട് മണ്ടത്തരം പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആള് കൂടും. ഞാൻ ഒരു ഉദാഹരണം താങ്കളോട് പറയാം. നിത്യാനന്ദ എന്ന് പറയുന്ന വലിയൊരു അഭ്യാസിയുണ്ട്. അല്ല പറയട്ടെ, നിത്യാനന്ദ എന്ന് പറയുന്ന വലിയൊരു അഭ്യാസിയുണ്ട്. അവൻ പോയ സ്ഥലത്ത് എല്ലാം പെണ്ണുപിടിയെ കേസിൽ അകത്തായി ഇടികിട്ടി അവിടെ നിന്ന് ഓടിയിട്ടുള്ള ഒരുത്തനാണ്. പക്ഷേ നിത്യാനന്ദ എന്ന് പറയുന്നത് ഇന്ന് കൈലാസം എന്ന് പറയുന്ന ഒരു രാജ്യമില്ല കേട്ടാ. നിങ്ങളൊന്ന് ആലോചിക്കണം, കൈലാസം എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. ഒരു മറ്റേ ആഫ്രിക്കൻ ദ്വീപിൽ പോയിട്ട് എന്ത് ചെയ്തു, ഒരു സ്ഥലം മേടിക്കാനുള്ള കരാറുണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നിട്ട് അവൻ നാട്ടുകാരോട് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്താണെന്നറിയോ? അത് കേൾക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു 100 കോടി ഉണ്ട്, നിങ്ങൾ വലിയ സമ്പന്നനായി, നിങ്ങൾ പണിയെടുത്ത് വലിയ വ്യവസായിയാണ്, വലിയ സമ്പന്നനാണെന്ന് വിചാരിക്കും. 500 കോടി ഉണ്ട്, നിങ്ങൾ 100 കോടി ഇവന് കൊടുക്കാനാ പറയണം. 100 കോടി കൊടുത്താൽ നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങൾ വലിയ സമ്പന്നനാണല്ലോ, നിങ്ങൾ അടുത്ത ജന്മത്തിൽ ഏതെങ്കിലും പാവപ്പെട്ടവനായി പോയി എന്ത് ചെയ്യും? അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ നിങ്ങൾ എവിടെയാണ് ജനിക്കുന്നതെന്ന് പുള്ളിയുടെ മറ്റേ സോഴ്സിങ് ടീം കണ്ടുപിടിക്കും. ഏത് മൈക്രോ ചിപ്പൊക്കെ വെച്ച് കണ്ടുപിടിക്കുമായിരിക്കും എന്നാണ് തള്ളടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഈ 100 കോടി നിങ്ങൾ ഇന്ന് നിത്യാനന്ദനെ ഏൽപ്പിക്കുമല്ലോ. ആ 100 കോടി നിങ്ങൾ നിത്യാനന്ദനെ ഏൽപ്പിച്ചാൽ നിങ്ങൾ ഏത് കുടുംബത്തിലാണോ അടുത്ത ജന്മത്തിൽ ജനിക്കുന്നത്, മരിച്ചതിന് ശേഷം ജനിക്കുന്നത്, ആ കുടുംബത്തിൽ കൊണ്ടുവന്നവൻ 5 കോടി കമ്മീഷൻ എടുക്കും. ബാക്കി 95 കോടി നിങ്ങൾക്ക് വരുമെന്ന്. അത് വിശ്വസിക്കാൻ ഈ നാട്ടിൽ പണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഏത് പണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട്.